Daniel chapter 1 verses 3 and 4. നമ്മൾ വായിക്കുന്നതിന് മുമ്പിന് അതിൻ്റെ 1-2 സെൻറ്റൻസ് ചരിത്രമായിട്ട് ഞാൻ പറയുന്നു. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്ന നിലയിൽ പരിഗണിക്കപ്പെടാവുന്ന ദാനിയേൽ പ്രവചനം സുദീർഘമായ ലോക ചരിത്രത്തെ സംവദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ജാതികളുടെ കാലം ആരംഭിക്കുന്നതിന് മുൻപ് അന്നു മുതൽ രേഖപ്പെടുത്തുന്ന ഇതിലെ ചരിത്ര സംഭവങ്ങൾ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോടുകൂടി പെട്ടെന്ന് നാടകീയമായി അവസാനിക്കുന്നു. ഈ യുഗാവസാനത്തിൽ ദൈവജനത്തിന് വരുവാൻ പോകുന്ന ഭയാനകമായ പീഡനത്തിൻ്റെ ഒരു മങ്ങിയ നിഴലാണ് ചില അധ്യായത്തിൽ 3-6 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം വ്യാഖ്യാനിക്കുവാനുള്ള ഒരു താക്കോലായി ദാനിയേൽ പ്രവചനം കണക്കാക്കാം. ആദ്യകാല സംഭവങ്ങളിൽ അല്ലെങ്കിൽ ആദ്യകാല സഭകളിൽ ദാനിയേൽ പ്രവചനം നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ എഴുത്തുകാരൻ ദാനിയേലാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള ഓരോ വാക്കും അതിൻ്റെ ശക്തമായ അന്തരീക്ഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വാക്ക് നമ്മൾ രാവിലെ തൊട്ട് റീഡെഡിക്കേറ്റ് ഫയർ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്ക് നടുവിൽ, വളരെ ശ്രദ്ധിക്കണം, അഗ്നിജ്വാലയ്ക്ക് നടുവിൽ ദൈവപുത്രനോട് സദൃശനായി കാണപ്പെട്ട ഒരു നാലാമൻ ഇന്ന് പകല് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ വളരെ ഭയാനകമായ വളരെ ഒരു വലിയ അന്തരീക്ഷത്തിലേക്ക് അതേ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫയർ ഇറങ്ങി വന്നിരിക്കുക. ദേവദാസൻ ഹല്ലേലൂയ 30-ാം സങ്കീർത്തനം എടുത്തു. റീഡെഡിക്കേറ്റ് ചെയ്യുക. ഞാൻ ഉൾപ്പെടെ ഇന്ന് പകല് റീഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ 2 മണിക്കൂറിന് വേണ്ടി വന്നു പോകുവാനല്ല, നമ്മൾ പാട്ടൊക്കെ പാടി ആരാധിക്കുമ്പോൾ വലിയ വിടുതൽ നടന്നുകൊണ്ടിരിക്കും. ആരാധിക്കുമ്പോൾ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ വാക്യം ഒന്ന് വായിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കണം. അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിൽ വെച്ച് അംഗഭംഗമില്ലാത്തവർ, ഒന്ന് പറഞ്ഞാട്ടെ, അംഗഭംഗമില്ലാത്തവർ, സുന്ദരന്മാർ, സകല ജ്ഞാനത്തിലും നിപുണന്മാരും, അറിവിൽ സമർത്ഥരും, വിദ്യാപരിജ്ഞാനികളും, രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും വെറുതെ അരുവിരിക്കരുത്. എല്ലാ കണ്ണുകളും ഇന്ന് പകൽ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇന്ന് പകൽ സ്തുതി സ്തോത്രങ്ങളൊന്ന് ഉയർന്നാട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്, സ്തോത്രം ചെയ്യുകയാണ്. In the name of Jesus, I come against every demonic power. We break the power of the enemy in the mighty name of Jesus, the Son of the living God. God, depression, I rebuke it. Anxiety has to go. Now, Lord, let your healing virtue begin to flow. Touch your people in the name of Jesus Christ.
This morning, once again we surrender our life. Speak to us. Thank you for hearing our praise. In Jesus Christ's mighty name. Church say Amen. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാനത് ഇംഗ്ലീഷിൽ വായിക്കുന്നു. Then the king ordered Ashpenaz, the chief of his official, to bring in some of the sons of Israel, including some of the royal family and of the nobles, youth in whom was no defect, who were good looking, showing intelligence in every branch of wisdom, endowed with understanding and discerning knowledge, and who had ability for serving in the king's court. And he ordered him to teach them the literature and the language of the church. കൈയുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഇതിന് ഞാൻ കൊടുക്കുന്ന തലവാചകം, ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ യോഗ്യത. 7 qualification of the bride. ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ 7 ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കുക, വളരെ ശ്രദ്ധിക്കുക. നെബൂഖദ്നേസർ രാജാവിൻ്റെ രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രാജകൊട്ടാരത്തിൽ ശുശ്രൂഷിക്കുന്നതിന് ഒരുവനിൽ അത് 7 ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടു. ഈ ലോകത്തിൽ ഒരു രാജാവിന് ശുശ്രൂഷ ചെയ്യുവാൻ അത്ര ഉയർന്ന നിലവാരം ആവശ്യമെങ്കിൽ രാജാതിരാജനായ ക്രിസ്തുവിൻ്റെ മണവാട്ടിക്ക് എത്ര ശ്രേഷ്ഠമേറിയ അതേ യോഗ്യതകൾ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ വിളിച്ചു പറയുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരു പ്രൊമിസ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം അതിന് അവിടെ കൊടുക്കുന്നുണ്ട്. അതേ യോഹന്നാന്റെ സുവിശേഷം 12:26 ഇങ്ങനെ വായിക്കുന്നു, if any man serve him, let him follow me, and where I am, there shall also my servant be. If any man serve me, him will my father's honor. എനിക്ക് ശുശ്രൂഷ ചെയ്തവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എന്ന് ഒരു ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും എന്ന് ഇവിടെ വിളിച്ചു പറയുന്നു. ഇത് മണവാളന് വേണ്ടി അല്ലെങ്കിൽ മണവാളനായി വെളിപ്പെടുവാൻ പോകുന്ന ക്രിസ്തു നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. This is a promise given by Christ, who is about to be revealed as the bridegroom. നമ്മൾ ആരാന്ന് ഓർത്തോണം, നമ്മൾ മണവാട്ടിയ, ക്രിസ്തുവിൻ്റെ മണവാട്ടിയ. ഇന്ന് പകൽ ഇവിടെ കടന്നു വരുന്നിരിക്കുന്ന ദൈവ മക്കൾ ആരാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ മണവാട്ടി പദവ അലങ്കരിക്കുവാൻ പോകുകയാണ്. ഓൾറെഡി നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതേ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ ഹല്ലേലൂയ ഏത് നിമിഷവും അത് സംഭവിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ദാനിയേലിന്റെ ചരിത്രം നമുക്കറിയാം, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ യോഗ്യരായ യൗവനക്കാരെ കണ്ടുപിടിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഷണ്ണന്മാരിൽ അതേ ഒരുവനായിരുന്നു അശ്പെനാസ്. കർത്താവിന്റെ വരവിന് വേണ്ടി സഭയെ ഒരുക്കുന്നതിന് തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പുതിയ നിയമ ശുശ്രൂഷകന്മാർക്ക് നിഴലും ദൃഷ്ടാന്തവുമാണ് ഷണ്ണന്മാർ. അതേ അപ്പോസ്തലിക പ്രതിഷ്ഠയാൽ മാത്രമേ പൂർണ്ണതയുടെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതേ എഫെസ്യ ലേഖനം 2:20 അതേ എഫെസ്യ ചാപ്റ്റർ 2 വേഴ്സസ് 20 ഇങ്ങനെ വിളിച്ചു വന്നു, ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ സഭ പണിയപ്പെടുന്നു. അതേ and are built upon the foundation of the apostle and prophet,
ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദ ചീഫ് സ്റ്റോൺ. അതേ മൂലക്കല്ലായിരിക്കുന്ന നമ്മുടെ ക്രിസ്തുനാഥൻ ഇന്ന് പകരം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്, സ്തോത്രം ചെയ്യാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതേ സമയത്തിനനുസരിച്ച് അതേ ചില പോയിന്റുകൾ മാത്രം, 7 പോയിന്റ് തൊട്ട് ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ദൈവസ്ഥാനം ഞാൻ ക്ഷണപ്പെടുകയാണ്. അതേ ദൈവമക്കളുടെ പ്രാർത്ഥന ഇന്ന് പകൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്ന് പകൽ നമ്മൾ വന്ന നിമിഷം മുതൽ അതേ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേര് ഹല്ലേലൂയ സാന്നിധ്യം മനസ്സിലാക്കി? എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്. അതേ ദാനിയേലിന്റെ മധ്യത്തിൽ അവരെ തീച്ചൂളയിൽ 7 മടങ്ങ് തീ വർത്തിച്ചപ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങിയ 4-ാമൻ ഇന്ന് പകല അവന് ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലൂടെ എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് ആത്മാവിൽ അത് കാണുന്നതാണ് പ്രിയമുള്ളവരെ? അതേ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, അതിന്റെ 4-ാം വാക്യം, അംഗഭംഗമില്ലാത്തവൻ. അതേ വിത്തൗട്ട് ഡിഫക്റ്റ്, അംഗഭംഗമില്ലാത്തവനായിരിക്കണം. അവിടെ വിളിച്ചു പറയുന്നു, ശരീരത്തിന്റെ അപൂർണതയാണ് അംഗഭംഗം അഥവാ ഊനം. ദൈവത്തിന് ഭോജനം അർപ്പിക്കുവാൻ അടുത്തു വരുന്നതിന് അംഗഹീനൻ അയോഗ്യനാകുന്നു എന്ന് പഴയ നിയമത്തിൽ വിളിച്ചു പറയുന്നു. അതേ ഒന്നാമത്തേത്, യങ് മാൻ വിത്തൗട്ട് എനി ഫിസിക്കൽ ഡിഫക്റ്റ്. അതേ നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യമായതും ഏറ്റുപറയാത്തതുമായ പാപങ്ങളാണ് ഊനം അഥവാ അംഗഭംഗം വെളിപ്പെടുത്തുന്നത്. അതെ, നമ്മുടെ ഹൃദയത്തിന്റെ ഏത് പാപമാണെങ്കിലും നമ്മൾ രാവിലെ തൊട്ട് കേൾക്കുന്നത് അല്ലെ, റീഡെഡിക്കേറ്റ് എന്ന് പകല് ചെയ്തിരിക്കണം. നമ്മൾ ദൈവമക്കളാകുന്ന ഹല്ലേലൂയ അഭിമാനിക്കുന്ന നമ്മൾ ഇന്ന് പകല് നമ്മൾ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ, അതേ ഇന്ന് പകല് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഞാൻ ഉൾപ്പെടെയാണ് വിളിച്ചു പറയുന്നത്. എന്നോട് തന്നെയാണ് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 24:16 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ അപ്പോസ്തല പൗലോസ് ശ്രമിച്ചു പോന്നു. So I strive always to keep my conscience clear before God and man. ദൈവത്തോടും മനുഷ്യരോടും അതേ ക്ലിയർ കോൺഷ്യസ്, അതേ കുറ്റമറ്റ മനസ്സാക്ഷിയായിരിക്കാൻ ദൈവാത്മാവ് ഇന്ന് പകല് വെളിപ്പെടുത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ അംഗഭംഗമുണ്ടോ? അതേ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആണ്. അതേ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരണമെങ്കിൽ ഇന്ന് പകല് അംഗഭംഗമില്ലാത്തവനായിരിക്കണം, വിത്തൗട്ട് ഡിഫക്റ്റ്. എത്ര പേര് ക്ലിയർ കോൺഷ്യസ് ബിഫോർ ഗോഡ് ആൻഡ് മാൻ? അതെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം പ്രിയമുള്ളവരെ. അതേ 16-ാമത്തെ വയസ്സിൽ ദാനിയേൽ കൊട്ടാരത്തിൽ കടന്നു വരികയാണ്. അടിമയായിട്ട് പ്രവാസിയായിട്ട് കടന്നു വരുന്നു. അതേ ആ 16 മുതൽ 90, അതേ മരണം വരെയും കൊട്ടാരത്തിൽ അവിടെയായിരുന്നായിട്ട് വചനം വിളിച്ചു പറയുന്നു. അവിടെ എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ദാനിയേൽ ഹല്ലേലൂയ ഒരുക്കമുള്ളവനായിരുന്നു പ്രിയമുള്ളവരെ. ഇന്ന് പകല് ഹല്ലേലൂയ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിച്ച് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്ത്, ദൈവമേ അപ്പാ ഒന്നൊന്ന് വിളിച്ചു പറയുമെങ്കിൽ, ഇന്ന് പകലൊന്ന് മുട്ടുമടക്കുമെങ്കിൽ, ഒന്നൊന്ന് കരയുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്. അതേ അംഗഭംഗമില്ലാത്തവൻ ആയിരിക്കണം, വിത്തൗട്ട് ഡിഫക്റ്റ്. മറക്കരുത്, ഈ പോയിന്റ് എങ്കിലും ദൈവമക്കൾ ഓർത്തിരിക്കണം.
ഞാൻ ഈ അങ്ങ് ഹാലലി പോകണമെങ്കിൽ, മണവാട്ടിയായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഇന്ന് പകല് ദൈവസന്നിധി ക്ഷമിച്ചു, ദൈവസന്നിധി ചോദിച്ചുകൊണ്ട് ദൈവം എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ പാപത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം യേശു കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിനും എൻ്റെ രോഗത്തിനും എൻ്റെ ഹാലലി വിടുതലിനും വേണ്ടിയാണെന്ന് എത്ര പേര് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. നമ്മുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഹല്ലേലൂയ അത് വെളുപ്പിക്കുവാൻ, ഹല്ലേലൂയ കഴുകുവാൻ അവൻ്റെ രക്തത്തിന് മാത്രമേ ഇന്ന് പകലെ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. 2 സുന്ദരന്മാർ. അവിടെ നമ്മൾ വായിച്ചു വെൽ ഫേവേർഡ്. അതേ 1 പത്രോസ് 3:5 ഇങ്ങനെ വായിക്കുന്നു, സൗമ്യതയും സാവധാനമുള്ള മനസ്സാണ് ദൈവം മുമ്പാകെ ആകർഷകമായ സ്വഭാവം. Humility and obedience lead to exaltation. ഇവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നു അതേ സൗമ്യത, സമാധാനമുള്ള മനസ്സാണ് ദൈവം മുമ്പാകെ ആകർഷണീയമായ സ്വഭാവം. അതേ സ്വഭാവമാണ് സൗന്ദര്യം. എത്ര പേര് വിശ്വസിക്കുന്നു? അതേ കളർ അടിച്ചോണ്ട് വന്നിട്ട് കാര്യമില്ല. ഇന്ന് പകല് ഹാലലൂയ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ സ്വഭാവമാണ് സൗന്ദര്യം. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവം വെളിപ്പെടണം. ഇന്ന് പകല് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആരും സമർത്ഥമില്ല. ഇന്ന് പകല് ഇതിന് യേശു നമുക്കൊരു മാതൃകയാണ് പ്രിയമുള്ളവരെ. അതേ ഫിലിപ്പിയൻസ് 2 chapter 7, 8, 9 വിളിച്ചു പറയുന്നു, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ താൻ താറ്റി. ഓ ഹല്ലേലൂയ. And being found in appearance as a man, he humbled, hallelujah, himself by becoming obedient to death, even death on a cross. നമ്മൾ സുന്ദരന്മാരായിരിക്കണം. ആ യോഗ്യത നമ്മൾ ഇന്ന് പകല് നേടിയിട്ടുണ്ടോ? നേടിയില്ലെങ്കിൽ ഇന്ന് പകല് ദൈവസന്നിധി സമർപ്പിക്കണം. നമ്മൾ ആശീർവാദം പറയുന്നതിന് മുമ്പിൽ ദൈവസന്നിധി ഒന്ന് സമർപ്പിച്ച് ഇന്ന് പകല് കടന്നു പോകാവൂ പ്രിയമുള്ളവരെ. അതേ സുന്ദരന്മാരായിരിക്കണം, ഹാൻസം. Therefore God exalted him to the highest place and gave him the name that is above every name. Oh, അവൻ ഒന്ന് താഴ്ച കഴിഞ്ഞപ്പോൾ എന്തുവാണെന്ന് അറിയാമോ? ഹല്ലേലൂയ, അവനെ സ്വർഗം ഉയർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ നാമം ഹല്ലേലൂയ അവൻ്റെ നാമമാണ്. സകല ഹല്ലേലൂയ അതേ കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ ഇന്ന് യേശു തമ്പുരാന്റെ കല്ലറ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ അവൻ ഉയർത്തെഴുന്നേറ്റു. He is a living God. We must surrender our own will to God so that we may be seen in Christ. താഴ്മയുള്ള മനസ്സാണ് ക്രിസ്തുവിന്. നാം ക്രിസ്തുവിനെ കാണപ്പെടേണ്ടത് സ്വന്തം ഇഷ്ടത്തെ ദൈവ ഇഷ്ടത്തിനായി സമർപ്പിക്കണം. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണുന്ന ഒരു മനസ്സാണ് ഹല്ലേലൂയ സുന്ദരം, ഹല്ലേലൂയ ഹാൻസം, സൗന്ദര്യം. എത്ര പേര് വിശ്വസിക്കുന്നു? ആ ക്വാളിഫിക്കേഷൻ നമ്മൾ ഇന്ന് പകല് മേടിച്ചേ കടന്നു പോകാവൂ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് പകല് ഹല്ലേലൂയ രാജാവ് അതേ ഷണ്ണനോട് പറയാണ്, ഹല്ലേലൂയ സുന്ദരന്മാരെ കൊണ്ടുവാ രാജധാനിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ. ഓ ഇന്ന് പകല് നമ്മുടെ സാവധാനവും ഹല്ലേലൂയ ഹംബിൾ സമർപ്പിക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട് പ്രിയമുള്ളവരെ? ഇന്ന് പകല് സമർപ്പിച്ചോണം. Hallelujah, we must surrender our own will to God so that we may be seen in Christ. ക്രിസ്തുവിനെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചോണം. The mind of Christ is the mind that considers others better than ourselves. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കണം. മൂന്നാമത്തേത് സകല ജ്ഞാനത്തിലും നിപുണന്മാർ. മൂന്നാമത്തെ ഹല്ലേലൂയ 4ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണിക്കുന്നു, സകല ജ്ഞാനത്തിലും നിപുണന്മാർ. നോക്കണം, God's children must have received a heavenly vision. സ്വർഗീയ ദർശനം പ്രാപിക്കണമെന്ന് ദൈവമക്കൾ ഇന്ന് പകല ദൈവവചനം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ അതേ സകല ജ്ഞാനത്തിലും നിപുണന്മാർ. ഹല്ലേലൂയ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ സ്വർഗീയ ദർശനം പ്രാപിക്കുന്നവരാണോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തോട് വിളിച്ചു പറയണം, അതേ സ്വർഗീയ ദർശനം എനിക്ക് തരണം. ഹെവൻലി വിഷൻ.
നമുക്ക് വരാൻ പോകുന്ന ഹല്ലേലൂയ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഹല്ലേലൂയ ദൈവം അതിനു മുൻപേ നമ്മളെ കാണിച്ചു തരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം അവിടെ കാണുവാൻ, അതേ സ്വർഗീയ ദർശനം പ്രാപിക്കുവാൻ ഇന്ന് പകൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. സ്വർഗീയ ദർശനം, ഹെവൻലി വിഷൻ, അത് അവിടെ വിളിച്ചു പറയുന്ന സകല ജ്ഞാനത്തിൽ നിപുണന്മാർ. അതേ ഹെവൻലി വിഷൻ നമ്മൾ പ്രാപിച്ചെടുക്കണം. മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ, സ്കിൽഫുൾ ഇൻ വിസ്ഡം. ലോകത്തിലെ ഹല്ലേലൂയ നമുക്ക് PhD എടുക്കാം, നമുക്ക് MTH MAയും MDയും ഒക്കെ എടുക്കാം. പക്ഷേ ഈ ലോകത്തിലെ ജ്ഞാനമല്ല, സ്വർഗീയ ജ്ഞാനം നമ്മൾ ഷോയിങ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലേണിംഗ്. അതേ ഹല്ലേലൂയ ഹെവൻലി വിഷൻ ഫ്രം ഗോഡ്. ദൈവസന്നിധിയിൽ ഇന്ന് പകൽ നമ്മളെ സമർപ്പിക്കണം പ്രിയമുള്ളവരെ. അതേ നാലാമത്തേത്, അറിവിൽ സമർത്ഥന്മാർ, വെൽ ഇൻഫോംഡ്. നാലാമത്തെ ക്വാളിഫിക്കേഷൻ, നമ്മൾ മണവാട്ടിയാകണമെങ്കിൽ, മണവാട്ടിയുടെ പദം അലങ്കരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയാമോ? വെൽ ഇൻഫോംഡ്. ഹല്ലേലൂയ, അറിവിൽ സമർത്ഥന്മാരായിരിക്കണം. ലോകത്തിലെ ജ്ഞാനമല്ല, ലോകത്തിലെ അറിവല്ല, അത് വേണം. നമുക്ക് എത്രമാത്രം ഹല്ലേലൂയ പഠിക്കാമോ അത്രമാത്രം പഠിക്കണം. മടിയന്മാരാകരുത്. മടിയന്മാരായാൽ നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെടും പ്രിയമുള്ളവരെ. അതേ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അതേ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ശോഭിക്കുവാൻ, അതേ അറിവിൽ സമർത്ഥന്മാരായിരിക്കണം. നാലാമത്തെ ക്വാളിഫിക്കേഷൻ, വെൽ ഇൻഫോംഡ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം അതേ 4 മുതൽ 15 വരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ക്രിസ്തുവിനെ നേടേണ്ടതിന് ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണുക, എന്ന വില കൊടുക്കണം എന്നറിഞ്ഞു. പൗലോസിനുണ്ടായിരിക്കുന്ന ആ ലക്ഷ്യം സാധനപ്പെടുവാൻ താൻ സകലതും ചവറ് എന്ന് എണ്ണി. എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. ആർക്ക് വേണ്ടി നോക്കണമേ? ഹല്ലേലൂയ, ആർക്ക് വേണ്ടി? അതേ പൗലോസ് വിളിച്ചു പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നൊക്കെയും. നമുക്കതിൻ്റെ ചരിത്രം അറിയാം, പൗലോസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. നമുക്ക് ലാഭമായിരിക്കുന്ന ആളാം. ഓ ഹല്ലേലൂയ, ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. But what things were gained to me, these I have counted loss for Christ. എല്ലാം ലാഭമായിരുന്ന എല്ലാം ഛേദമെന്നെണ്ണി. ഇന്ന് പകൽ ആ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഹല്ലേലൂയ മണവാട്ടി പദത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, മണവാളന്റെ വിവാഹം, നമുക്ക് വിവാഹം നടക്കാൻ പോകുമ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എത്ര പേര് അറിയുന്നുണ്ടെന്ന് അറിയത്തില്ല. നമ്മളെ ഹല്ലേലൂയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ഞാനൊന്ന് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ ലാഭമായിരുന്നൊക്കെ ഒന്ന് ഛേദമെന്നെണ്ണി കണ്ട ദൈവത്തിന് വേണ്ടി ആ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുവാൻ ഹല്ലേലൂയ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ, അറിവിൽ സമർത്ഥന്മാരായിരിക്കണം. നാം ക്രിസ്തുവിനെ അറിയണം. നമുക്ക് ഹല്ലേലൂയ ക്രിസ്തുവിനെ അറിയാൻ പറ്റുന്നുണ്ടോ? ഇന്ന് പകൽ ഇവിടെ ഹല്ലേലൂയ 2 മണിക്കൂർ വരുമ്പോൾ ഹല്ലേലൂയ അത് മാത്രമല്ല, നമുക്ക് ദൈവം തന്നിരിക്കുന്ന 24 മണിക്കൂറും 365 ദിവസവും ഹല്ലേലൂയ രാത്രിയും പകലും എന്നില്ലാതെ അതേ ക്രിസ്തുവിനെ അറിയുവാൻ. പൗലോസ് പറയാണ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയും, ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അറിയണം. ഓ, ഈ മനുഷ്യൻ പറയാ ക്രിസ്തുവിനെ അറിയണമെന്ന്. ആർക്ക് വേണ്ടിയാ? ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. He's in prison. നഗ്നത, അടി, ബഹളം, ഒന്നുമില്ല, പട്ടിണി, കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ആ മനുഷ്യൻ പറയാ, എനിക്ക് ഐ വാണ്ട് ടു നോ ക്രൈസ്റ്റ് എന്ന്, ക്രിസ്തുവിനെ അറിയണമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ചിന്തിച്ചു, ഈ പൗലോസിന് ഒന്നും അറിയത്തില്ലായിരുന്നു ക്രിസ്തുവിനെ. അല്ല, അവന് അറിഞ്ഞത് അറിവ് നേടുവാൻ ക്രിസ്തുവിനെ പറ്റിയുള്ള ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ജ്ഞാനം പ്രാപിക്കുവാൻ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ. 5-ാമത്തെ പെട്ടെന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ടു അണ്ടർസ്റ്റാൻഡ്. അതേ ഹല്ലേലൂയ, വിദ്യാപരിജ്ഞാനികൾ. അവിടെ വിളിച്ചു പറയുന്നു, വിദ്യാപരിജ്ഞാനികളായിരിക്കണമെന്നോ. അതേ യൗവനക്കാരെ കൊണ്ടുവരുവാൻ പറഞ്ഞപ്പോൾ പറയാണ്, വിദ്യാപരിജ്ഞാനികളായിരിക്കണം. കാരണം യഹൂദന്മാർക്ക്
അതെ, ദാനിയേലിനൊക്കെ അത്ര കഴിവുണ്ടായിരുന്നു പ്രിയമുള്ളവർ. അങ്ങനെയുള്ള അവനെ സെലക്ട് ചെയ്തു. പക്ഷെ ഇന്ന് പുതിയ നിയമത്തിലേക്ക് ഞാൻ വിളിഞ്ഞപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും ഹല്ലേലൂയ, ക്രിസ്തുവിനെ അറിയാമോ? നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവി അലങ്കരിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞാൽ, ക്രിസ്തുവിനെ ലോകത്തിന്റെ ഹല്ലേലൂയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ലെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞാൽ അത് മാത്രം മതി നമ്മുടെ ക്വാളിഫിക്കേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നമ്മളാ. പകല് വിദ്യാപരിജ്ഞാനികളായിരിക്കണമെന്ന് വിളിച്ചു പറയുന്നു. കുക്ക് ടു അണ്ടർസ്റ്റാൻഡ്. നോക്കണം, ജ്യോതിശാസ്ത്രം, ശില്പശാസ്ത്രം, ഗണിതശാസ്ത്രം തുടങ്ങിയവയെ ബാബിലോണർക്ക് പഠിപ്പിക്കാനാകും. പക്ഷേ എന്നാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ശാസ്ത്രം ദൈവവചനമാണ്. ഇന്ന് പകല് ദിനം തോറും നമ്മുടെ ജീവിതം അവന്റെ വചനപ്രകാരമായിരിക്കണം എന്ന് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ദൈവവചനമാണ് പരമോന്നത ശാസ്ത്രം. പഠിക്കണം, ദൈവവചനം പഠിക്കണം. ഇവിടെ വരുമ്പോൾ ഹല്ലേലൂയ ദൈവദാസൻ പറയുന്നത് മാത്രമല്ല, ഹല്ലേലൂയ ലീഡ് ചെയ്യുന്നത്, ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ പറയുന്നത് പോലല്ല, നമ്മളെ ആ വചനത്തിൻ്റെ അടിസ്ഥാന ആഴത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങണമെന്ന് വിളിച്ചു പറയുന്നു. അവിടെ വിളിച്ചു പറയുന്നു കണ്ണിങ് ഇൻ നോളജ്, ഗ്രോയിങ് ഇൻ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ദൈവവചനം പഠിക്കണമെന്ന്, വിദ്യാപരിജ്ഞാനികളായിരിക്കണമെന്ന്. ഹല്ലേലൂയ, നോക്കണം, വിദ്യാപരിജ്ഞാനികളായിരിക്കണം. അവിടുത്തെ അഞ്ചാമത്തേത്. ആറാമത്തേത്, രാജധാനിയിൽ ശുശ്രൂഷിപ്പാൻ, ക്വാളിഫൈഡ് ടു സെർവ് ഇൻ ദ പാലസ്. കൊണ്ടുവരാൻ പറയുക, രാജധാനിയിൽ ശുശ്രൂഷിക്കുവാൻ, ഹല്ലേലൂയ, കൊണ്ടുവരുവാൻ. ദൈവരാജ്യത്തിൽ എന്ന പോലെ ഭൗതിക രാജ്യത്തിലും എല്ലാറ്റിനും വിശ്വസ്തന്മാർ ആവശ്യമാണ്. ക്വാളിഫൈഡ് ടു സെർവ്. നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയാൽ നമ്മൾ ആരാ? രാജകൊട്ടാരത്തിൽ പോകാനുള്ളവരാ. ഇന്ന് പകല സ്വർഗീയ രാജകൊട്ടാരത്തിൽ പോകാനുള്ളവരാ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും, കുഞ്ഞുങ്ങൾ, ഞാൻ എല്ലാവരും, നമ്മളെല്ലാവരും ആ രാജകൊട്ടാരത്തിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, രാജകൊട്ടാരത്തിൽ കടന്നു പോകുമ്പോൾ ഇന്ന് പകല് നമ്മൾ ക്വാളിഫൈഡ് ആണോ? ക്വാളിഫൈഡ് ടു സെർവ് ഇൻ ദ പാലസ്. അവിടെ വിളിച്ചു പറയുന്നു, നോക്കണം, പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള, സദൃശ ഭക്തി പ്രവൃത്തിയിൽ സാമർത്ഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കുകയാണ്. Do you see someone skilled in their work? They will serve before king, they will not serve before officials. ദൈവം പറയണം, well done, good and faithful servant. വിശ്വസ്തന്മാരായിരിക്കണം. അവസാനത്തെ ഫൈനലി, കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിച്ചവർ. ഇന്ന് പകല് ടീച്ചബിൾ ആയിരിക്കണം. Accept corruption and grow in knowledge. പ്രബോധനത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. പ്രബോധനത്തിൻ്റെ ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. നാം പ്രബോധനം ത്യജിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാണനെ നിരസിക്കുകയാണ്. സ്വർഗീയ ഭാഷ അഭ്യസിപ്പിക്കണം. പോണോ? ഈ ലാംഗ്വേജ് നമ്മുടെ മലയാളം ഇംഗ്ലീഷും കൊണ്ട് പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ വേറെ ലാംഗ്വേജാണ്. ഇവിടെ ഇരുന്നോളം നമ്മൾ അത് അഭ്യസിക്കണം. അതിനാ ദൈവസഭ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാൻ പ്രവാസിയായിട്ട് കൊണ്ടുവന്ന ദൈവദാസന്മാർ അവിടെ ഇരിക്കുന്ന രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത് അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവർക്കറിയത്തില്ല, പക്ഷേ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിച്ചവർ. To teach them the language and literature of the Babylonians. നോക്കണം, അവിടെ സ്വർഗീയ ഭാഷ. താൻ വല്ലതും അറിയുന്നുവെന്ന് ഒരുത്തന് തോന്നുമെങ്കിൽ അറിയേണ്ടതുപോലെ അവർ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. Those who think they know something do not yet know as they ought to know. ഇന്ന് പകല ഈ 7 ക്വാളിഫിക്കേഷൻ എത്ര പേർക്ക് മനസ്സിലായെന്ന് ഞാൻ അറിയുന്നില്ല. 7 ക്വാളിഫൈഡ് ആണ്. 7 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മണവാട്ടി പദവാം നിങ്ങൾക്കുണ്ട്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം എല്ലാ ദൈവമക്കളും ഈ വചനത്തിൻ്റെ മുമ്പിൽ ഒന്ന് ദൈവസേനയെ സമർപ്പിച്ച് ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്ന് ദൈവസേനയെ ഒന്ന് എഴുന്നേൽക്കാമോ? 7 ക്വാളിഫൈഡ്, 7 ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ? ഈ 7 ക്വാളിഫിക്കേഷൻ മറക്കരുത്. ഈ 7 ക്വാളിഫിക്കേഷൻ ഇന്ന് പകൽ നിങ്ങൾക്കുണ്ടോ? ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യാൻ സമർപ്പിക്കാം. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് അറിയത്തില്ല, രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട്, ക്ഷാമം, ഭൂകമ്പം, പകർച്ചവ്യാധികൾ, നിങ്ങൾ എത്ര പേര് അറിയത്തില്ല,
എംബോള വൈറസ് ആഫ്രിക്കയെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുന്നു. ഹോണ്ട വൈറസ് ഹാലലി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്ര പേര് ഹാലലി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അവസാനം രാജ്യത്തോട് ക്ഷാമം, ഭൂകമ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, മണവാളനായ ഹല്ലേലൂയ ക്രിസ്തു നമ്മളെ റാപ്ചർ ചെയ്യുവാൻ, ഹല്ലേലൂയ സഭ എടുക്കപ്പെടുവാൻ ഇന്ന് പകൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ എല്ലാ ദൈവമക്കളും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ വെറുതെ ഈ അരിവിരിക്കരുത്. ഇന്ന് രാവിലെ തൊട്ട് ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞത്, ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞു, ഇന്നൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആര് സമർപ്പിക്കും? പ്രിയമുള്ളവരെ, the Lord wants us to grow and excel in these 7 qualities and to become capable of serving the Lord. Not only on earth, but also in eternity. ഇന്ന് പകല് let us submit ourselves to the Lord to enable us to do so. ഒന്ന് സമർപ്പിക്കുവാൻ, ഒന്ന് dedicate yourself to the Lord and He will show us the way. ഇന്ന് പകല് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിച്ചാട്ടെ. ഇവിടെ ഹല്ലേലൂയ ദേവദാസന്മാർക്ക് പാട്ട് പാടുമ്പോൾ എല്ലാ കരങ്ങളും നമുക്ക് ദൈവം കരങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഹല്ലേലൂയ ശബ്ദം തന്നിട്ടുണ്ട്. നാളെ ഈ ശബ്ദം അവസാനിച്ചാൽ നമുക്ക് പാടുവാൻ സ്തോത്രം ചെയ്യുവാൻ കഴിയത്തില്ല. നമുക്ക് കരം ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഈ കരം നാളെ ഉണ്ടോന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഇന്ന് പകലൊന്ന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ദാനിയേലിനെ ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ 4 പേരെയും ഹല്ലേലൂയ 4 ഇറങ്ങിയ ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ 4 ഇറങ്ങി വന്നിരിക്കെ എത്ര പേര് വിശ്വസിക്കുന്നു? ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്കായി ആ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുമാണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. യേശുമാണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. ഓ കാലം അസന്യമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം അസന്യമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പുൻമുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പുൻമുഖം. ഓ യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ, ഓ കാന്തൻ യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാന്തൻ യേശു വരാൻ കാലമായി, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പൊന്മുഖം. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ. ഓ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ഓ ദേഹം മണ്ണോട് ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം എന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഓ ചേരും